ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർഫ്ലോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ ടാബൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം, ബട്ടൺസിൻ്റെ. അപ്പോൾ ഇത് പറയാൻ ആദ്യം നമുക്കൊരു ഡിവ് ഉണ്ടാക്കാം. ഡിവിനുള്ളിൽ നമുക്കൊരു പാരഗ്രാഫ് ടാഗ് ഉണ്ടാക്കാം. പാരഗ്രാഫ് ടാഗിനുള്ളിൽ നമുക്ക് കുറച്ച് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോറം ഇപ്സം ടെക്സ്റ്റ് ആണ്, അതായത് അത് ഡമ്മി ടെക്സ്റ്റ് ആണ്. അത് നമുക്ക് വെറുതെ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാനുള്ള ഡമ്മി ടെക്സ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് ലോറം ഇപ്സം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് VS കോഡിൽ ലോറം എന്ന് അടിച്ചാൽ വരും. അപ്പോൾ അത് കോപ്പി ചെയ്ത് നമ്മൾ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യാം, 2-3 പ്രാവശ്യം പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്താൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൽ കുറച്ച് സ്റ്റൈലിങ് ചെയ്യാം. അപ്പോൾ ഈ ഡിവ് ടാഗിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ. ഈ പി ടാഗിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു ടെക്സ്റ്റ്. നമുക്ക് കണ്ടെയ്നർ അതിനുള്ളിൽ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഡോട്ട് കണ്ടെയ്നർ. കണ്ടെയ്നറിന് നമ്മൾ കുറച്ച് സ്റ്റൈൽ കൊടുക്കുകയാണ്. കണ്ടെയ്നറിന് ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്രൗൺ കൊടുക്കുക. ഇനി നമ്മളൊന്നിട്ട് നോക്കിയാൽ അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുണ്ടാവും. നമുക്കതിന് കുറച്ച് മാർജിൻ കൊടുക്കാം. മാർജിൻ 20% എന്ന് കൊടുക്കുക. പെർസെൻറ്റേജ് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ 20% മാർജിൻ, അതായത് ഒരു സൈഡിൽ 20%, മറ്റേ സൈഡിൽ 20%, പിന്നെ മുകളിൽ 20%. അപ്പോൾ നമുക്കിങ്ങനെ ഏകദേശം ഒരു സെൻറ്റേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് സാധനം. അതായത് ഇവിടെ 20%, ഇവിടെ 20%, അപ്പോൾ റെസ്റ്റ് 60% ആണ് ഈ സെൻറ്ററായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനൊരു ബോർഡർ കൊടുക്കാം. 1 pixel സോളിഡ് ബ്ലൂ. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ഇതിനുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാണ്. അതായത് ഈ ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത് ഈ ഡിവിന്. പക്ഷെ നമ്മൾ ഇതിനൊരു സ്പെസിഫിക് ഹൈറ്റും എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ നമ്മൾ ഹൈറ്റ് ഒരു 200 പിക്സൽസും വിഡ്ത്ത് ഒരു 300 പിക്സൽസും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിവിടെ ഉണ്ടായിരിക്കുന്നുണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ഓവർഫ്ലോ ചെയ്തിട്ട് ഇതിനടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുള്ളിൽ കൊള്ളാഞ്ഞിട്ട്, നമ്മൾ കൊടുത്ത വിഡ്ത്തിനും ഹൈറ്റിനും ഉള്ളിൽ ഇത് കൊള്ളാഞ്ഞിട്ട് ഇത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സംഭവം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടുള്ളത് നമുക്കത് വിസിബിൾ ആവണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഓവർഫ്ലോ, ഇപ്പോൾ Y ആക്സിസിലാണ് നമുക്ക് ഓവർഫ്ലോ ഉള്ളത്. അപ്പോൾ ഓവർഫ്ലോ Y ഹിഡൻ കൊടുക്കാം. അതായത് നമുക്ക് വെർട്ടിക്കലായിട്ട് Y ആക്സിസിലാണ്, ഇവിടെയാണ് അടിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഓവർഫ്ലോ ആണ് നമ്മൾ ഹൈഡ് ചെയ്തത്. ഇപ്പോൾ ഈ സൈഡിലേക്ക് ഓവർഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് X ആക്സിസ് ആണ്. X ആക്സിസിന്റെ ഓവർഫ്ലോ നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അടിയിക്കുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇതിനുള്ളിലുള്ളത് മാത്രമേ കാണാനുള്ളൂ, ഓവർഫ്ലോ കാണാനില്ല. നമ്മൾ ഇത് കമന്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഓവർഫ്ലോ കാണാം. നമുക്കിത് കമന്റ് ചെയ്തിടാം ഒന്നുകൂടി. നമുക്കിപ്പോൾ നമ്മുടെ ഓവർഫ്ലോ നമുക്ക് കണ്ടെയ്നറിന്റെ പുറത്ത് എടുക്കരുത്, പക്ഷെ അത് എല്ലാവർക്കും വിസിബിൾ ആവണം. ഇങ്ങനെ ഹിഡൻ ചെയ്ത് വെച്ചാൽ ഓവർഫ്ലോ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ക്രോൾ ബാർ കൊടുത്തിട്ട് നമുക്ക് ആ ഓവർഫ്ലോ ആയത് ആൾക്കാർക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓവർഫ്ലോ അതിലൊരു വാല്യൂ ഉണ്ട്, സ്ക്രോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓവർഫ്ലോ ഇതാക്കാൻ ഒരു സ്ക്രോൾ ബാർ ഇട്ടിട്ടുണ്ട് നമ്മുടെ കണ്ടെയ്നറിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഓവർഫ്ലോ ആയത് ഈ സ്ക്രോൾ ബാർ വെച്ചിട്ട് ഇതിനടിയിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. മറ്റേത് ഇവിടെ വെച്ച് നമ്മൾ ഹിഡൻ കൊടുക്കുമ്പോൾ ഇവിടെ വെച്ചത് ഫുള്ളി കട്ടാവുകയാണ്, ഇതിനടിയിക്കുള്ളത് നമുക്ക് വിസിബിൾ അല്ലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഒരു സ്ക്രോൾ ബാർ വെച്ചിട്ട്
അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഡോട്ട് ടെക്സ്റ്റ്, നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ, കണ്ടെയ്നറിനേക്കാൾ കൂടുതലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിഡ്ത്ത് 400 പിക്സൽസ് കൊടുക്കും. അപ്പോൾ ഇത് സ്ക്രോളബിൾ ആണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഓവർഫ്ലോ ഉണ്ട്. അപ്പോൾ ഓവർഫ്ലോക്ക് നമുക്ക് ഇവിടെ ഒരു സ്ക്രോൾ ബാർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓവർഫ്ലോ, ഈ കണ്ടെയ്നറിൽ നമുക്ക് ഓവർഫ്ലോ എക്സ് ഹിഡൻ കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ആ സ്ക്രോൾ ബാർ ഇല്ല. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഓവർഫ്ലോയും ഹിഡൻ ആണ്. അല്ലാതെ നമുക്ക് ഇത് രണ്ടും ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓവർഫ്ലോ ഹിഡൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള ഓവർഫ്ലോസ് ഹൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.